മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ കയ്യേറ്റ വിഷയത്തിൽ ചട്ടപ്രകാരം നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ. ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ പരിശോധിക്കും. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലല്ല കുഴൽനാടനെതിരായ നടപടികളെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. കോതമംഗലത്ത് അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴും അതിനെത്രയോ കാലം മുമ്പ് 2022 ജനുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ആവശ്യമായ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഒരു നടപടിയെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു നടപടിയെടുക്കുമ്പോൾ അത് ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ലല്ലോ. കാരണം എല്ലാ ദിവസവും അദ്ദേഹം ഓരോ വെളിപ്പെടുത്തലുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ മരിച്ചു പോകുന്നുമുണ്ട്. അപ്പൊ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇനി അദ്ദേഹത്തിനെതിരായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് അർത്ഥമുള്ളത്? അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം പരാതി തന്നോട്ടെ, ആ പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കാം. റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഭരണഘടനയുടെ ഭാഗമായി അവരുടെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി അതിന് പുലർത്തേണ്ട മാന്യത ബന്ധപ്പെട്ടവർ പുലർത്തണം. അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. സഭയ്ക്ക് മുമ്പാകെ നയപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി 3 ദിവസം കൃത്യതയോടുകൂടി സഭ അത് ചർച്ച ചെയ്യും. സമരം പ്രഖ്യാപിച്ചത് ഞങ്ങളല്ലേ? സമരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതൊരു സമരമാണ്. ഇപ്പൊ പ്രതിപക്ഷത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം എങ്ങനെയാകണം എന്നുള്ളത് സമരം സംഘടിപ്പിക്കുന്നവരാണ് തീരുമാനിക്കുക. ആ സമരത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അത് നമുക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയുള്ള സമരമാണ്. അനുച്ഛേദം 131 പ്രകാരം ഇന്ന് സുപ്രീം കോടതിയും അത് കേൾക്കുന്നുണ്ട്.